Hello guys, welcome back. ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഇതുപോലെ മ്യൂസിക് മിക്സ് ചെയ്യുന്ന ഒരുപാട് റീൽസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് കണ്ടിട്ടുണ്ടാവും. സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബാൻഡ് ലാബ് ആണ്. നമുക്കറിയാം ഓഡിയോ എഡിറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ അധികം പറയുന്നത് ബാൻഡ് ലാബ് ആണ്. അപ്പോൾ ഇത് ആൻഡ്രോയിഡിലും iOS അവൈലബിൾ ആണ്. ലിങ്ക് എക്സ്പോസ് കൊടുത്തിട്ടുണ്ട്, ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പം കാണിച്ച പ്രീവ്യൂവിൽ കാണിച്ച ആ ഒരു സോങ്സ് മിക്സ് ചെയ്ത് ചെറുതായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് ഇങ്ങനെ അങ്ങോട്ടും കുറച്ചും കൂട്ടി കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൂൾസും കാര്യമൊക്കെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. സോ ആദ്യം പറഞ്ഞ് ലാഗ് അടിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നെറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്നതാണ്, നെറ്റ് ഇല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു എഡിറ്റ് ചെയ്ത സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോജക്റ്റ് അത് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ചാമത്തെ ഓപ്ഷൻ മ്യൂസിക് ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ആ പ്രോജക്ട്സൊക്കെ കാണും. ഞാൻ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത പ്രോജക്റ്റ് ഇതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻ വരും. എന്നിട്ട് സ്റ്റുഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. അതിന് പ്ലസ്സേക്ക് ഞെക്കുക, എന്നിട്ട് ഓപ്പൺ സ്റ്റുഡിയോ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ വോയിസ് ഓവർ ചെയ്യാം, അതുപോലെ ഇൻസ്ട്രുമെൻ്റൽ ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ജുജൂബി BGM എന്ന് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് കാണുന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ആയിട്ട് തന്നെയാണ് ഡൗൺലോഡ് ചെയ്തത്. എന്നിട്ട് ഇമ്പോർട്ട് ഫയൽ ക്ലിക്ക് ചെയ്ത് അത് എക്സ്ട്രാക്ട് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു BGMൻ്റെ ഇവിടെ സമയം കാണുന്നതാണ്. ഇപ്പോൾ 24 സെക്കൻഡിലാണുള്ളത്. അതിൽ 55ാമത്തെ സെക്കൻഡിൽ കണ്ടില്ലേ ഇവിടെ ഒരു കട്ടായി വരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ BGM ഒക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൗണ്ട് കുറക്കുകയൊക്കെ ചെയ്യും, കാരണം കോപ്പിറൈറ്റിൻ്റെ കാരണം. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ആ ഗ്രാഫ് കണ്ടിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു 1:5 വരെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യും. ഒരു വയലിൻ്റെ സൗണ്ട് വരുമ്പോൾ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, 1.4.9 ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഡിലീറ്റ് ചെയ്യാം. ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ റെഡ് കളർ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഓഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഫസ്റ്റിലോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ജസ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിലും സിമ്പിളായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പാട്ടാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് നമ്മൾ വരേണ്ടത് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പ ഇൻ്റർവൽ BGM എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്കൻഡ് കാണുന്ന ഈ ഒരു BGM നിങ്ങൾക്ക് ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതും നിങ്ങൾ ഈ പ്ലസ്സേക്ക് ഞെക്കിയിട്ട് ഇമ്പോർട്ട് ഫയൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓഡിയോയിൽ ഫസ്റ്റത്തെ 4ാമത്തെ സെക്കൻഡ് വരെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി കേട്ട് വെച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. കാരണം ഈ ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ട് കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം ഞാൻ നോക്കി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ഈ ഒരു ഭാഗത്ത് 4.5 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു പാട്ട് ഈ ഒരു ഭാഗം വരെ വന്നിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം തൊട്ടാണ് നമ്മൾ, അതായത് വേണമെങ്കിൽ കുറച്ച് ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഈ ഒരു ഓഡിയോ ആയിട്ട് ലാസ്റ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടത്. ഏകദേശം അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്ലസ്സേക്ക് ഞെക്കിയിട്ട് നമ്മൾ യൂട്യൂബിനകത്ത് പോയിട്ട് നൊട്ടോറിയസ് BGM എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ ഭീഷ്മയിലെ പാട്ട്, ഈ ഒരു പാട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് പോയിട്ട് ഒരു 37 മുതൽ 49 വരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ 37.2 മുതലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത് 49 വരെ. ആ ഒരു പോലീസിൻ്റെ സൈറൻ സൗണ്ട് കേൾക്കുമ്പോൾ അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഭാഗവും ഡിലീറ്റ് ചെയ്തിട്ട് അതിങ്ങോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു 2 വലിയൊരു ഗ്രാഫ് കാണുന്നല്ലോ, വലിയൊരു സംഭവമായിട്ടുള്ള അത് കറക്റ്റ് ഇവിടെ വരുന്ന രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഈ രീതിയിലാണ് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് അവർ ആ ഒരു BGMനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് മിക്സിങ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫെയ്ഡ് കൊടുക്കാം. ഫെയ്ഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഫെയ്ഡായിട്ടാണ് വരിക, നോക്കിക്കോളാം. ചെറിയ രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സൗണ്ട് ലേശം വോളിയം കുറഞ്ഞ് കൂടി വരുന്ന ടൈപ്പ്. സോ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് അധികം എഡിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് യൂട്യൂബ് കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു പാട്ട് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഓഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് യൂട്യൂബ് കോപ്പിറൈറ്റഡ് ആയതുകൊണ്ട് തന്നെ നോ കോപ്പിറൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയും പ്ലേ ചെയ്യാം. ഓക്കെ, ഇതിനകത്തുള്ള ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ നിങ്ങൾക്ക് അറിയാം ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഓഡിയോ ഒന്നുകൂടി കോപ്പി ചെയ്യാം. കോപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു പേസ്റ്റിൻ്റെ ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, അത് നമ്മൾ സാധാരണ വാട്സപ്പിലൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലത്തെ ടൈപ്പാണ്. പിന്നെ നിങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയോ രണ്ടും പകുതി അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷനാണത്. നിങ്ങൾക്ക് ഇവിടെ താഴെ ഇവിടെ ആയിട്ട് അണ്ടോ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ റെഡോ ഓപ്ഷനുണ്ട്, അത് ബാക്കോട്ടും മുന്നോട്ടും പോകേണ്ട ഓപ്ഷൻ. ഓക്കെ, അതുപോലെ അടുത്ത ഈ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പിംഗ് ആണ്. അതായത് ഒരു കേട്ട പാട്ട് തന്നെ അല്ലെങ്കിൽ കേട്ട BGM തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഈ 4 കൂടി ആക്കി കഴിഞ്ഞാൽ 4 കൂടി കണ്ടില്ല, വീണ്ടും ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സോങ് 4 കൂടി റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അല്ലെങ്കിൽ 8 കൂടി, അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്ന ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വോളിയം അതിനെ കുറക്കുമ്പോൾ കണ്ടില്ല ഗ്രാഫിൽ കുറയുന്നത്. ഇതിൽ 0 dB വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അതിൻ്റെ ഒറിജിനൽ സൗണ്ടിലേക്ക് വരും. അതുപോലെ ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോങ് ഒരു എന്താ പറയുക അതിൻ്റെ ടോണ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ വലിയൊരു സൗണ്ട് പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു സൗണ്ട് പോലെയൊക്കെ നിങ്ങൾക്ക് കണ്ടില്ലേ, അതിൻ്റെ ടോൺ ചേഞ്ച് ചെയ്യുന്ന കണ്ടില്ല, സെമി ടോൺ ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈം സ്ട്രെച്ച് ഉണ്ട്. അതായത് ഇപ്പോൾ ഇതൊരു നോർമൽ പോകുന്നതാണ്. ഇപ്പോൾ 0.5 പോയി കഴിഞ്ഞാൽ സ്ലോയിൽ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതാണ് ടൈം സ്ട്രെച്ച്. ആ പേര് തന്നെ ഉണ്ട്. പിന്നെ ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് ഇവിടെ നിന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെങ്കിൽ കണ്ടില്ല, ചെറിയ മില്ലി സെക്കൻഡിൽ കണ്ടില്ല, അതാണ് MS മില്ലി സെക്കൻഡിൽ. അതുപോലെ ഫെയ്ഡ് ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ ഭാഗം ഒന്ന് ഫെയ്ഡായിട്ട് വരും. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, മെല്ലെ ഫെയ്ഡായിട്ടാണ് അത് തുടങ്ങിയത്. ലക്ഷം കൂടി ഫെയ്ഡാക്കി കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അതുപോലെ നോയ്സ്, അതായത് ഇപ്പോൾ നിങ്ങൾ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ നോയ്സ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ അത് പിന്നെ ഈ ഒരു ഓഡിയോ റിവേഴ്സ് ആക്കാം. നമ്മൾ വീഡിയോ റിവേഴ്സ് ചെയ്യുന്ന പോലെ ഓഡിയോ തലതിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. പിന്നെ ഈ ഒരു ഓഡിയോനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇമ്പോർട്ടഡ് ഈ ഒരു ഏരിയ അല്ല, നമ്മൾ ഈ ഒരു ഏരിയ ഇമ്പോർട്ടഡ് ട്രാക്കിൻ്റെ ആ ഒരു ഏരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നിങ്ങൾക്ക് ഈ എഫക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എഫക്ട്സുകളുണ്ട്. അതായത് നമ്മൾ റീവേർവ് ടൈപ്പ് എഫക്ട്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീസെറ്റ് പ്ലസ് ഞെക്കിയിട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുമായിട്ട് ഒരുപാട് എഡിറ്റിംഗ് ഫീച്ചേഴ്സുകളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് നേരം എടുക്കും. അതുപോലെ ഓട്ടോ പിച്ച് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു BGM ഒക്കെ വേറെ ടോണിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളാണത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തോ നിങ്ങൾക്ക് അങ്ങനെ അത് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഫെദറിൻ്റെ ഓപ്ഷൻ വെച്ചാൽ ഇത് നമ്മൾ കരോക്കെ അങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ലിറിക്സൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെറ്റിങ്സ് ഓപ്ഷനുണ്ട്, ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ലേറ്റൻസി, അതായത് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് കേൾക്കുമ്പോൾ ലേറ്റൻസിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ലേറ്റൻസി ഫിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ സെറ്റാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വെക്കാം. എന്നിട്ട് ഇവിടെ പബ്ലിക്കായിട്ട് സേവ് ചെയ്യും, അല്ലാതെ നമുക്ക് വേണ്ടത് പ്രൈവറ്റായിട്ട് തന്നെ സേവ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. എന്നിട്ട് നിങ്ങൾ സേവ് ഞെക്കുക. ഓക്കെ, പ്രൊജക്റ്റ് അപ്പോൾ സേവ് ആയിട്ടുണ്ട്. എന്നിട്ട് വ്യൂ ഞെക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ പ്രൊജക്റ്റ് കാണും. എന്നിട്ട് ആ പ്രൊജക്റ്റ് ഒന്ന് പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആ പ്രൊജക്റ്റ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ ആയിട്ടും അല്ലെങ്കിൽ വീഡിയോ ആയിട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, ഓഡിയോ ആയിട്ട് കിട്ടുമ്പോൾ കണ്ടില്ല, ഫയൽ സേവ് ടു ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിനകത്തേക്ക് അത് സേവ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ്, കുറച്ച് ലെങ്ത് കൂടി പോയി, കാരണം ടൂൾസ് പരിചയപ്പെടുത്തുകയും പിന്നെ 2 മ്യൂസിക്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ. സോ നിങ്ങൾ പാട്ട് പാടി കരോക്കെ വെച്ച് ഇതൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റും അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അടുത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.